ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ നമ്മൾ ഈ ഒരു ബർത്ത്ഡേ ടെക്കിൻ കാർഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മേക്കിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ക്ലാസ്സിൽ, അതായത് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ബർത്ത്ഡേ റിട്ടേൺ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു നോർമൽ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ നോർമൽ പെൻസിലോ ഒക്കെ കൊടുക്കുന്നതിലേറെ കുറച്ച് വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കൊരു അട്രാക്ഷൻ വരുന്ന രീതിയിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കാർഡ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കാർഡിൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുക. പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് എന്തൊരു തീമിലാണോ ആ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് അത് സെർച്ച് ചെയ്യുക. ഞാനിവിടെ പിങ്ക് ബാക്ക്ഗ്രൗണ്ട് നടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാൻവയിലാണ്. അപ്പോൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ക്യാൻവയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് നമ്മൾ ഈ ഒരു ക്യാമറ റോളിൽ പോയി കഴിഞ്ഞാൽ ഫോട്ടോസ് കാണാൻ കഴിയില്ല. നമ്മൾ ഈ ഒരു സെലക്ട് മോർ ഫോട്ടോസ് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പേജിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ A3 സൈസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് സൈസിൽ പോയിട്ട് A3 സൈസ് സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് അതിലേക്കുള്ള ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എറേസർ എന്നുള്ള ആപ്പിൽ പോയിട്ട് ഏത് ഫോട്ടോ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. വേറെ നമുക്കിതിൽ കുറേ ഒന്നുമില്ല, ജസ്റ്റ് ആഡ് ചെയ്തിട്ട് കൊടുക്കുക, ഡൺ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു എറേസർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ടും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ആ ഒരു A3 സൈസസ് പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രം നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ കോപ്പി ചെയ്തിട്ടെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്, സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാതെ നമുക്ക് ഈ ഒരു ഫോട്ടോ ഏതെങ്കിലും ഒരു സ്പ്ലാഷ് എഫക്റ്റിലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്നുള്ള ആ ഒരു ടെക്സ്റ്റാണ് ഈ ഒരു ഫോണ്ടുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മുകളിലായിട്ട് ആ ടെക്സ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇത് സേവ് ചെയ്യുക. എന്നിട്ടാണ് നമുക്ക് പിന്നത്, ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ A3 സൈസിൽ തന്നെ വേണമെന്നില്ല, ഏത് സൈസിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമ്മൾ A3 സൈസിലാക്കിയിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു A3 സൈസ് പേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു റോയിൽ ഇതുപോലെ 4 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി A4 സൈസ് പ്രിൻറ്റ് മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ A4 സൈസിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും തന്നെ നമുക്കൊരു പേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. അതിലേറെ നമുക്ക് ഏറ്റവും നല്ലത് A3 സൈസിൽ ഇതുപോലെ ചെയ്യാണ്. അപ്പോൾ ഒന്നിലെല്ലാം നമുക്ക് 16 ഇതുപോലത്തെ കാർഡ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം സൈസും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 ഷീറ്റ് പ്രിൻറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഷീറ്റിൽ 32 എണ്ണം. അപ്പോൾ അത്രയും നമ്പറേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചോക്ലേറ്റും പിന്നെ കുറച്ച് പെൻസിൽസുമാണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അതായത് എറേസറോ ഇനി ഷാർപ്പനറോ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ചെറിയ എന്തെങ്കിലും ടൈപ്പ് ടോയ്സോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യുക. ചോക്ലേറ്റ് ആകുമ്പോൾ കുട്ടികൾക്ക് ഒന്നുകൂടെ ഇഷ്ടമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കാർഡ്സിൽ ഇനി നമുക്ക് ഓരോന്നായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് പെൻസിലും ചോക്ലേറ്റ്സും ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഡബിൾ സൈഡ് ആകുമ്പോൾ ശരിക്കും നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നിൽക്കും. അതിൽ നിന്ന് പറഞ്ഞു പോരാത്ത രീതിയിലെല്ലാം നമുക്ക് കൊറിയർ അയക്കാനാണെങ്കിലൊക്കെ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട്, അതായത് മുകളിലും താഴെയായിട്ട് കട്ട് ചെയ്തിട്ട് പെൻസിൽ അതിനകത്തോട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് വെച്ചിട്ടും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ചോക്ലേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാപ്ലർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തിട്ടെടുത്താലും മതി. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ഇതാ കിഡ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്കിനി ട്രൈ ചെയ്തിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയലും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.